അവൾ പറഞ്ഞു. മിണ്ടാതിരിക്ക്, ഞാൻ റൊട്ടിയുടെ കഷ്ണങ്ങൾ മുറിക്കട്ടെ. റോസ്, നീ യാത്ര തിരിക്കുക, അയാൾ പറഞ്ഞു. അവൾ മനസ്സിലാവാതെ അയാളെ തുറച്ചു നോക്കി. അവളുടെ കൂട്ടുപിരികത്തിന്റെ മുകളിലേക്ക് ഉതിർന്നു കിടന്നിരുന്ന തലമുടി അവൾ കൈകൊണ്ട് ചീകിയൊതുക്കി. ഗാൾവേയിലുള്ള എന്റെ സുഹൃത്തുക്കളുടെ അടുക്കലേക്കാ അയാൾ തുടർന്നു. 1 മാസത്തേക്ക് ഒരു ഫാമില്. അവിടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുകയും പുൽത്തകിടിയിലൂടെ ഓടുകയും ഗ്യാലൻ കണക്കിന് പാല് കുടിക്കുകയും അല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. ഒരു നിമിഷത്തേക്ക് പ്രകാശമാനമായ ഒരു പ്രതീക്ഷ അവളുടെ മുഖത്ത് നിറഞ്ഞു. പക്ഷേ അത് വേഗം മാഞ്ഞുപോയി. അവൾ തലകുലുക്കി. ഇല്ല, എനിക്ക് കുട്ടികളെ നോക്കേണ്ടതുണ്ട്, പിതാവിനെയും, അയാൾ പറഞ്ഞു. അതെല്ലാം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. സിസ്റ്റർമാർ അവരെ നോക്കിക്കോളൂ. നീ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ നീ തളർന്നു പോവും, അയാൾ പറഞ്ഞു. എനിക്ക് കുട്ടിയെ വിട്ടു പോകാൻ കഴിയില്ല. ഓ, നിനക്ക് അവനെയും കൂടെ കൊണ്ടുപോകാം. അവളുടെ കണ്ണുകൾ മനോഹരമായൊരു പ്രകാശം കൊണ്ട് തിളങ്ങി. പിറ്റേന്ന് അവളെയും അവളുടെ ചുമതലക്കാരനെയും ട്രെയിനിൽ കയറ്റി അയക്കുമ്പോൾ ആ കണ്ണുകൾ കൂടുതൽ തിളങ്ങി. തീവണ്ടി എഞ്ചിൻ നീങ്ങി തുടങ്ങിയപ്പോൾ അവൾ തന്റെ കൊച്ചു സഹോദരനെ കാൽമുട്ടിന് മുകളിൽ വെച്ച് ആട്ടിക്കൊണ്ട് അവന്റെ ചെവിയിൽ പിറുപിറുത്തുകൊണ്ടിരുന്നു. പശുക്കൾ, മൈക്കിൾ. സുഹൃത്തുക്കളായ കാരോൾ ദമ്പതികളിൽ നിന്ന് അവരെക്കുറിച്ച് വാർത്ത കേൾക്കുന്നത് നല്ലതായിരുന്നു. റോസ് ആരോഗ്യവതിയായി. അവൾ തോട്ടത്തിലെ പണികളിൽ സഹായിച്ചു. അക്ഷരത്തെറ്റുകളോടെ അവൾ എഴുതിയ പോസ്റ്റ് കാർഡുകൾ മുൻപ് പറഞ്ഞിട്ടില്ലാത്ത ആഹ്ലാദം അവൾക്കുണ്ടെന്ന് ധ്വനിപ്പിച്ചിരുന്നു. അവയെല്ലാം അവസാനിച്ചിരുന്നത് ഗ്രാമീണ ജീവിതം എങ്ങനെ മൈക്കിളിനെ ആഹ്ലാദിപ്പിക്കുന്നുവെന്ന വിവരണത്തോടെയാണ്. മാസാവസാനം ഒരു ബോംബ് വർഷം പോലെ ആ വാർത്തയറിയാനിടയായി. കരോൾ ദമ്പതികൾ മൈക്കിളിനെ ഏറ്റെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുവെന്ന്. അവർ മധ്യവയസ്കരായ ദമ്പതികളായിരുന്നു. കുട്ടികളില്ലാത്തവരും ധനാഢ്യരുമായിരുന്നു. അവർക്ക് കുട്ടിയോട് താല്പര്യം ജനിച്ചു. അവന് വീട്ടിൽ ലഭിക്കാവുന്നതിലും മെച്ചമായ എല്ലാ നേട്ടങ്ങളും അവർക്ക് നൽകാൻ കഴിയും. ഡാനി ഈ അവസരം മഹത്തായ ഒന്നായി കരുതി. പക്ഷേ റോസിന്റെ കാര്യം പരിഗണിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് തീരുമാനം അവൾക്ക് വിട്ടു. എന്താണ് തീരുമാനമെന്നോ അത് നിശ്ചയിക്കാൻ അവൾക്ക് എന്ത് പ്രയാസമുണ്ടായെന്നോ അവർക്കറിഞ്ഞുകൂടായിരുന്നു. റോസ് ഏകയായി തിരികെ എത്തും വരെ തന്റെ പിതാവിനെയും മറ്റു കുട്ടികളെയും കാണുന്നതിൽ അവൾക്ക് സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ സ്റ്റേഷൻ മുതൽ അവൾ ഒരു ദുസ്വപ്നത്തിൽ മുഴുകിയിരുന്നത് പോലെ നിശബ്ദയായിരുന്നു. ലോക്കരൻ നിരത്തിലെത്തിയപ്പോൾ അവൾ ആത്മനിയന്ത്രണം നേടി. തന്റെ പഴയ സ്ഥാനത്തിന്റെ കടിഞ്ഞാൺ ഏറ്റെടുത്തു. അവൾ പഴയതിനേക്കാൾ കൂടുതൽ ശ്രദ്ധാലുവായി. അവളുടെ നിർബന്ധത്തിനു ഫലമായി ഡാനി അച്ചടക്കം പാലിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം അയാൾ കുടി നിർത്തി. അയാളുടെ മാനസാന്തരം സ്ഥിരമായ ഒന്നായിരിക്കുമെന്നതിന് യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല. അയാൾ കുടിക്കാതെയും സ്ഥിരമായി ജോലി ചെയ്തുമിരിക്കുന്ന സമയത്ത് റോസിന് തന്റെ പണയം വെച്ച വീട്ടുസാധനങ്ങൾ മുഴുവൻ തിരിച്ചെടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് നിലവറ പോലുള്ള അവരുടെ മുറികൾ ഒരു വീടാണെന്ന് തോന്നി തുടങ്ങി. ചില ശനിയാഴ്ചകളിൽ അവൾക്ക് കുറെ ഷില്ലിങ്ങുകൾ അടുക്കളയിലെ ചായപാത്രത്തിനിടയിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിച്ചു. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് അവളെ അഭിനന്ദിക്കാനായി അയാൾ വിളിച്ചപ്പോൾ അവൾ അടുക്കള മേശയിലിരുന്ന് ഹൃദയം നിറങ്ങിക്കരയുന്നത് അയാൾ കണ്ടു. അവളുടെ ദുഃഖകരം എന്താണെന്ന് അയാൾ തിരക്കിയില്ല. നിശബ്ദമായി അയാൾ അവളുടെ കൈപിടിച്ചു. ദീർഘനേരം അങ്ങനെ നിന്നു. സാരമില്ല, അത് അവന്റെ നന്മയ്ക്കായിരിക്കും, അവൾ അവസാനം നെടുവീർപ്പോടെ പറഞ്ഞു. ധൈര്യപൂർവ്വം അവൾ അവളുടെ കണ്ണുകൾ തുടച്ചു. ഞാൻ അവന്റെ വഴിക്ക് തടസ്സമാകില്ല. കുട്ടിയുടെ പുരോഗതിയെക്കുറിച്ച് സമയാസമയങ്ങളിൽ വാർത്ത വന്നിരുന്നു. മൈക്കിളിന്റെ വളർത്തുമാതാപിതാക്കൾ അവനെ സന്തോഷിപ്പിക്കാനുള്ള എല്ലാ വഴികളും നോക്കിയിരുന്നു. അവൻ അവരുടെ കുട്ടിയാണെന്ന് തന്നെ അവർ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ പേടിപ്പെടുത്തുന്ന ഒരു കത്ത് വന്നു.